അപ്പൊ ബീഹാറുകാരൻ ഒരാള് ഉദ്ഘാടകനും മദ്രാസിലെ മുഫ്തി എന്ന് പറഞ്ഞ ഒരാള് അധ്യക്ഷനും. ഇവരോട് സമസ്ത പണ്ഡിതന്മാര് നോട്ടിന് സക്കാത്തുണ്ടോ എന്ന് ചോദിക്കുക. സമസ്ത പണ്ഡിതന്മാര് സമസ്ത പണ്ഡിതന്മാർക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കൾ ഏതാണ് തിരിയണില്ല എന്ന് പറഞ്ഞാല് ആ സമസ്ത പണ്ഡിതന്മാരാ ആരാ പണ്ഡിതന്മാരായി കൂട്ടുക? ഏത് സാധനത്തിനാ സക്കാത്തുള്ളത്, ഏത് സാധനത്തിനാ സക്കാത്ത് ഇല്ലാത്തത്? ഇത് മദ്ഹബൊന്നും പഠിച്ചില്ല. ഒരു ഫത്തുൽ മീൻ ഓതിയില്ലേ? ഫത്തുൽ മീൻ ഓതാത്തവരാണോ സമസ്ത പണ്ഡിതന്മാര്? ഈ പണ്ഡിതന്മാര് എവിടുന്നോ വിളിച്ചെടുത്ത ബീഹാറുകാരനോടും മദ്രാസിലെ മുഫ്തിനോടും നോട്ടിന്റെ സക്കാത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു തിരിമറിയില്ല എവിടെ? ഇത് തന്നെയാണ് കളി. കുട്ടിക്കളി ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഓറ് പറയുന്നു. കുട്ടിക്കളി എന്നില്ല. 1950 സമസ്തയുടെ വടകര സമ്മേളനം പ്രസിദ്ധമാണല്ലോ. ആ സമ്മേളനത്തിലാണ് കറൻസിക്ക് സക്കാത്തുണ്ടെന്ന് തീരുമാനിച്ചതെന്നും എതിരഭിപ്രായമുള്ള നാദാപുരം ഭാഗത്തെ ഒരു വലിയ പണ്ഡിതനെ പേരെടുത്ത് വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ചെന്നില്ലെന്നും അങ്ങനെ സക്കാത്തുണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തതായി സ്വന്തം പിതാവിന്റെ അനുഭവം ഒരു പണ്ഡിതൻ പറയുന്ന ക്ലിപ്പ് കേട്ടു. എന്താണ് നിജസ്ഥിതി? ആരാണ് വലിയ പണ്ഡിതൻ? ക്ലിപ്പ് കേട്ടതാണ് ഇതൊക്കെ. ക്ലിപ്പ് കേട്ടിട്ടൊക്കെ നിജസ്ഥിതി ഇതിൽ ചോദിച്ചാല് 950 സമസ്തയുടെ വടകര സമ്മേളനം 951 മാർച്ച് 23, 24, 25 തീയതികളിലാണ് വടകര സമ്മേളനം. ആ വടകര സമ്മേളനത്തിലോ മറ്റേതെങ്കിലും സമ്മേളനത്തിലോ കറൻസിക്ക് സക്കാത്തുണ്ടെന്ന് തീരുമാനിച്ചിട്ട് സമസ്ത തീരുമാനിച്ചിട്ടില്ല. സമസ്തയുടെ ഒരു തീരുമാനത്തിലും അങ്ങനെ ഒരു തീരുമാനമില്ല. സമസ്തയുടെ സമ്മേളനങ്ങളിലൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. സമസ്തയുടെ മുഷാവറകളിൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. സമസ്തയുടെ മുഷാവറ 45-ന് ശേഷം എടുത്ത തീരുമാനങ്ങളൊക്കെ 60-ാം വാർഷികത്തിനും 85-ാം വാർഷികത്തിനോടും ഒക്കെ അനുബന്ധിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള അവരുടെ വലിയ തടിച്ച സ്മരണ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ പുസ്തകങ്ങളിൽ നോക്കിയാൽ ഈ പണ്ഡിതൻ സ്വന്തം പിതാവിനെ അവലംബിച്ച് പറയുന്നതാണെങ്കിൽ ഇത് അദ്ദേഹം ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അയാൾ മനസ്സിലാക്കേണ്ടത് സമസ്തയുടെ ചരിത്രം പറയുന്ന രേഖകൾ വായിക്കുകയാണ് അയാൾ ചെയ്യേണ്ടത്. ആ രേഖകൾ വായിച്ചാൽ തന്നെ സമസ്ത എന്താണ് ആ കാര്യത്തിൽ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആ പണ്ഡിതൻ പറയുമ്പം തന്നെ പറയാറുള്ളത് ഞാൻ കേട്ടിടത്തോളം പറയുന്നവർക്ക് നോട്ട് സൂക്ഷിച്ചാള് സക്കാത്ത് കൊടുക്കണം എന്നാ. നോട്ടിന് സക്കാത്ത് കൊടുക്കണം എന്നറിയാം, എളുപ്പമുണ്ടല്ലോ, അത് പറയാറില്ല. ഇയാൾ പറയുമ്പം തന്നെ നോട്ട് സൂക്ഷിച്ചാള് സക്കാത്ത് കൊടുക്കണം. നോട്ട് സൂക്ഷിച്ചാള് അരിക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ, നെല്ലിന് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ, കാരക്ക് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. നോട്ട് സൂക്ഷിച്ചാള് സക്കാത്ത് നിർബന്ധമായ വസ്തു ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കണം. നോട്ട് സൂക്ഷിച്ചാള് സക്കാത്ത് കൊടുക്കണ്ടെന്ന് ഇവിടെ ആരെയും പറയണമല്ലോ. നോട്ട് സൂക്ഷിച്ചിട്ട് സക്കാത്ത് കൊടുക്കണ്ടെന്ന് ഇയാൾ എല്ലായിടത്തും പറയുന്നതാ. നോട്ട് സൂക്ഷിച്ചാള് സക്കാത്ത് കൊടുക്കണം, നോട്ട് സൂക്ഷിച്ചാള് സക്കാത്ത് കൊടുക്കണം. ഇതിനൊരു വൈകൃതല്ലേ? ഈ വികൃതി ഉണ്ടാക്കിയിട്ട് ആ വികൃതി ആരും അറിയാതിരിക്കാനുള്ള സൂത്രം ഉപയോഗിച്ച് ഇല്ലാത്ത അവാസ്തവങ്ങള് സ്വന്തം ബാപ്പാന്റെ പേരിലാണെങ്കിലും മറ്റാരുടെ പേരിലാണെങ്കിലും പറഞ്ഞാലും വാസ്തവത്തിൽ അത് സമസ്തയുടെ രേഖകൾ തന്നെ പൊളിക്കും. 951 45-ലെ കാര്യവട്ട സമ്മേളനത്തിന് ശേഷമുള്ള തീരുമാനങ്ങൾക്കേ രേഖയുള്ളൂ. അതവർ പ്രത്യേകം 60-ാം വാർഷികത്തിൽ വ്യക്തമാക്കിയതാണ്. അതിന്റെ മുമ്പുള്ള ഒന്നും രേഖയല്ല. കാരണം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കയ്യിലാണ് സമസ്ത. അദ്ദേഹത്തിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് രോഗാവസ്ഥയിലാകുന്നത് മീഞ്ചന്ത സമ്മേളനത്തിൽ കാര്യവട്ട സമ്മേളനത്തിലാണ്. അത് 945-ലാണ്. ആ 45-ലെ കാര്യവട്ട സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് സമസ്തയുടെ തീരുമാനങ്ങൾക്ക് രേഖകളും മിനിറ്റ്സുകളും ഒക്കെ ഉണ്ടായത് എന്നുള്ളത് അവർ തന്നെ പറയും. അതനുസരിച്ച് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകാരം വടകര സമ്മേളനത്തെക്കുറിച്ച് അതിൽ സംബന്ധിച്ച ഷംസുൽ ഉലമ ഓറെ പറ്റിയാകില്ല പറയുന്നത്. ഷംസുൽ ഉലമ ഓറ് ആ യോഗം കേൾക്കാൻ പോയ ആളാ. ബഹുമാനപ്പെട്ടവർ നേരിട്ട് പറഞ്ഞിട്ടുള്ളതും ബഹുമാനപ്പെട്ടവരോടുള്ള അഭിമുഖം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നുസ്രത്തിൽ പ്രസിദ്ധീകരിച്ചതുമായ അഭിമുഖമുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം നടാടെ പറയാൻ തുടങ്ങുന്നത് തന്നെ സമസ്തയുമായിട്ട് ഞാൻ ബന്ധമില്ലാതാകുന്നത് വടകര സമ്മേളനം മുതൽക്കാണ്. വടകര സമ്മേളനം ഒരു കുട്ടിക്കളിയല്ലേ എന്നാണ് അവർ പറയും. വടകര സമ്മേളനം എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയല്ലേ? എന്താ വടകര സമ്മേളനം? അതൊരു കുട്ടിക്കളിയല്ലേ? കണ്ണിയത്തോറില്ല, വണ്ടൂരിലെ ഷെയ്ഖുനാന്റെ പേര് പറഞ്ഞിട്ട് അവരില്ല. ഈ ഓറുമാരൊന്നും ഇല്ലാത്തൊരു യോഗമായിരുന്നു ആ യോഗം.
യോഗമൊന്നും അതൊരു കുട്ടിക്കളിയായിരുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഹംസുൽ ഉലമ ഓർ പറയാറുള്ളത്. അതേ സമയത്ത് ആ യോഗത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് എന്ന ഒരു കമ്മിറ്റി KPA മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അവറുകളെ കൺവീനറാക്കിക്കൊണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കാര്യത്തിലാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കിയനൂർ പങ്കെടുത്തതായിട്ട് റെക്കോർഡ് കാണുന്നത്. പല കൂട്ടരും പങ്കെടുത്തിയിൽ ആ യോഗം പങ്കെടുത്തിയിൽ വേറെ പേരുണ്ട്. ആ യോഗം പങ്കെടുത്തതിന്റെ ശേഷം തൊട്ടടുത്ത കൊല്ലത്തിൽ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി തങ്ങളവരുടെ വാളക്കുളത്ത് ചേർന്ന മൂപ്പരുടെ വീട്ടിൽ ചേർന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കിയനൂറുടെ പേരുണ്ട്. ഇവിടുന്ന് തെരഞ്ഞെടുത്ത ഒരംഗം എന്ന നിലക്ക് അവർ പങ്കെടുത്തിട്ടുണ്ട്. യോഗത്തെപ്പറ്റി ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അതൊരു കുട്ടിക്കളിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് ആ യോഗത്തെ പറ്റിയുള്ളത്. ബഹുമാനപ്പെട്ടവർ ഒരിക്കലും നോട്ടിന് സക്കാത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രീതിയിലുള്ള ഒരു സംസാരത്തിന്റെ ആളല്ല. അങ്ങനെ ആർക്കിടയിലും പ്രചാരവുമില്ല. മൂപ്പരുടെ ഗുരു ഉണ്ട്, മേപ്പിലാശ്ശേരി മൊയ്തീൻ മുസ്ലിയാർ. അവരാണ് ഈ നോട്ടിന് സക്കാത്തില്ല എന്ന് പറയുന്ന വിഷയം നോട്ടുമായി ബന്ധപ്പെട്ട് കടലാസ് നോട്ടുകളായി തുടങ്ങിയ കാലം മുതൽക്ക് വരുന്നത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ചർച്ചയാണ്. കറൻസി വന്നതിന്റെ ശേഷം ലോകത്തിന്റെ സകല ഭാഗങ്ങളിലുമുള്ള ചർച്ചയാണ് ഈ ചർച്ച. കാരണം അതുവരെ വെള്ളിയുറുപ്പിയാണ്. വെള്ളിയുറുപ്പ്യ സ്വർണത്തിന്റെ ഉറുപ്പ്യാണെങ്കിൽ അതിന് സക്കാത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. വെള്ളിക്കും സ്വർണത്തിനും സക്കാത്തുണ്ട് എന്നുള്ളത് മുജുമാലേഹിയായ കാര്യമില്ല, സക്കാത്തില്ല എന്ന് ആരും പറയുന്നില്ല. അപ്പൊ വെള്ളിയുടെയും സ്വർണത്തിന്റെയും സക്കാത്ത് എന്ന് പറയുന്ന വിഷയം കടലാസ് കറൻസികൾ വന്നപ്പോൾ ഈ കടലാസ് കറൻസികൾക്ക് സക്കാത്തില്ല എന്ന് പറയുന്ന വാദം എല്ലായിടത്തും ഉണ്ട് പണ്ഡിതന്മാർക്കിടയിലൊക്കെ. ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക, സമസ്തയുടെ തീരുമാനം ഇയാൾ തെറ്റിദ്ധരിക്കുന്നത്. സമസ്തയുടെ യോഗം 4 പ്രമേയങ്ങൾ അവിടെ പാസ്സാക്കി കഴിഞ്ഞ ശേഷം അത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ 85ാം വാർഷികത്തിന്റെ ഉപഹാരം വായിച്ചാൽ കാണാം 4 പ്രമേയങ്ങൾ, തീരുമാനങ്ങൾ. ആ 4 പ്രമേയങ്ങളിൽ ഒന്ന് മദ്രസകളുടെ കാര്യമാണ്, KPA മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാരുടെ അക്കാര്യം. പിന്നീട് ഉണ്ടാകുന്ന മുസ്ലിമീങ്ങളുടെ മതപരമായ സമ്മേളനങ്ങളിൽ അമുസ്ലിമീങ്ങളെ പങ്കെടുപ്പിക്കുന്നത് കൊണ്ട് മുസ്ലിം ബഹുജനത്തിന്റെ വിശ്വാസങ്ങളിൽ, മൗലിക വിശ്വാസങ്ങളിൽ പല തകരാറും വരുന്നുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം എന്നാണ്. അതൊന്നും ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് പറയില്ല. കാരണം ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് അമുസ്ലിമീങ്ങളെ കടത്തിയിട്ട് ഏത് യോഗം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഒരു കോളേജിന്റെ വാർഷികമോ മറ്റേ വാർഷികമോ എന്ന് മാത്രമല്ല, മതപരമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വരെ അമുസ്ലിമീങ്ങളെ അവർക്ക്. വെറും ജമിയത്തുൽ ഉലമായുടെ സമ്മേളനങ്ങൾ വരെ അവർ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് അമുസ്ലിമീങ്ങളെ കൊണ്ടാണ്. വാസ്തവത്തിൽ വടകര സമ്മേളനത്തിലെ 4ാമത്തെ തീരുമാനം മുസ്ലിങ്ങളുടെ മതപരമായ പൊതുയോഗങ്ങളിൽ അമുസ്ലിങ്ങൾ പ്രസംഗിക്കുന്നത് നിമിത്തം മുസ്ലിം ബഹുജനങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഹാനി സംഭവിക്കുന്നത് കൊണ്ട് അതിനിടവരുത്താതിരിക്കാൻ എല്ലാ മുസ്ലിമീങ്ങളോടും അഭ്യർത്ഥിച്ചു. ഈ 4ാമത്തെ തീരുമാനം കഴിഞ്ഞ ശേഷം, പ്രമേയം കഴിഞ്ഞ ശേഷം പ്രത്യേക ശ്രദ്ധക്ക്, ഇത് വടകര സമ്മേളനത്തെ റിപ്പോർട്ടിൽ അടുത്താണ്, അത് അവരുടെ മിനിറ്റ്സിലുള്ളയും റിപ്പോർട്ടാണ്. പ്രത്യേക ശ്രദ്ധക്ക്, വടകര സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മദ്രാസ് ഖാദിയും മുഫ്തിയുമായിരുന്ന മൗലാന മൗലവി മുഹമ്മദ് ഹബീബുള്ള സാഹിബായിരുന്നു. ഉദ്ഘാടകൻ മൗലാന ഖലീലുർ റഹ്മാൻ ബിഹാരിയും. ഇവർ 2 പേരോടും നോട്ടിന് സക്കാത്തുണ്ടോ എന്ന് ചോദിച്ച സമസ്ത പണ്ഡിതരോട് ഉണ്ട് എന്ന അഭിപ്രായം അവർ അറിയിച്ചു. ഇതാണ് തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷനെ കൊണ്ടുവന്നത് മുഫ്തി, മദ്രാസ് ഖാദിയും മുഫ്തിയുമായ മൗലാന മൗലവി മുഹമ്മദ് ഹബീബുള്ള സാഹിബ്. ഉദ്ഘാടകനായി വന്നത് മൗലാന ഖലീലുർ റഹ്മാൻ ബിഹാരി. അപ്പൊ ബീഹാറുകാരൻ ഒരാൾ ഉദ്ഘാടകനും മദ്രാസിലെ മുഫ്തി എന്ന് പറഞ്ഞ ഒരാള് അധ്യക്ഷനും. ഇവരോട് സമസ്ത പണ്ഡിതന്മാര് നോട്ടിന് സക്കാത്തുണ്ടോ എന്ന് ചോദിക്കുക. സമസ്ത പണ്ഡിതന്മാർക്ക് സക്കാത്ത് നിർബന്ധമാകുന്ന വസ്തുക്കൾ ഏതാണ് തിരിയണില്ല എന്ന് പറഞ്ഞാല് ആ സമസ്ത പണ്ഡിതന്മാര് ആരാ പണ്ഡിതന്മാരായി കൂട്ടുക? ഏത് സാധനത്തിനാ സക്കാത്തുള്ളത്, ഏത് സാധനത്തിനാ സക്കാത്തില്ലാത്തത്? ഇത് മദ്ഹബൊന്നും പഠിച്ചില്ല. ഒരു ഫത്ഹുൽ മീൻ ഓതിയില്ലേ? ഫത്ഹുൽ മീൻ ഓതാത്തവരാണോ സമസ്ത പണ്ഡിതന്മാര്? ഈ പണ്ഡിതന്മാര് എവിടുന്നോ വിളിച്ചെടുത്ത ബീഹാറുകാരനോടും മദ്രാസിലെ മുഫ്തിനോടും നോട്ടിന് സക്കാത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു തിരിമറിയില്ല എവിടെ? ഇത് തന്നെയാണ് കളി. കുട്ടിക്കളിയായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഓർ പറയുന്ന കുട്ടിക്കളി എന്നില്ല. വലിയ ഒരു സംഭവം, ഒരു സമ്മേളനം, ഒരു ജമിയത്തുലമായുടെ സമ്മേളനം. അതിൽ തന്നെ കാണാം 16ാം വാർഷിക യോഗം.
19ാം വാർഷിക യോഗം, 51 വാർഷികം, 51 25ലോ 26ലോ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പൊ സെന്റിനറി 100ഒക്കെ ഒരു ആഘോഷിക്കണം. 25ലോ 26ലോ ഉണ്ടാക്കിയ സംഘം 51 ആവുമ്പോ എങ്ങനെയാ 19ാം വാർഷികമാണ്? ഉടനീളം സമസ്തയുടെ തീരുമാനങ്ങൾ എഴുതിയതൊക്കെ എങ്ങനെ 15ാം വാർഷികം, 19ാം വാർഷികം. ഇതിന്റെ കുട്ടൻസ് പോലും അവർക്ക് മനസ്സിലായിട്ടില്ല. സമസ്തയുടെ പണ്ടത്തെ സമ്മേളനങ്ങൾ 19ാം സമ്മേളനം, 16ാം സമ്മേളനം ഇങ്ങനെ പഴയ കൊല്ലം എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് കൊല്ലത്തിലായാലും സമ്മേളനം ചിലപ്പോൾ 3-4 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഉണ്ടാക്കുക. 1ാമത്തെ സമ്മേളനം ഉണ്ടാക്കി 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ 1ാം സമ്മേളനം, പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞാൽ 8 വർഷമായി സമസ്തക്ക്, അപ്പൊ 2ാം സമ്മേളനം. ഉദാഹരണമാണ്. ഇങ്ങനെ 51-ലെത്തിയപ്പം 19ാം സമ്മേളനം നടത്തുന്നത്. 19ാം സമ്മേളനം എന്ന് മിനിറ്റ്സിൽ എഴുതിയതിനെ ഇവർ പകർത്തുമ്പോൾ 19ാം വാർഷിക സമ്മേളനം എന്നാണ് എഴുതുന്നത്. ഈ 19ാം വാർഷിക സമ്മേളനം 51ലാണ് നടക്കുന്നത്. ഇത് തന്നെ മനസ്സിലാക്കി ഇവിടെ ശരിയായ റിപ്പോർട്ടല്ലേ ഇത്? റിപ്പോർട്ടിന്റെ ക്ലിയർ പോയില്ലേ? കഴിയുമ്പോൾ തന്നെ കൃത്യത പോയില്ലേ? അപ്പോ ആയിട്ടെ അത് പ്രയോഗത്തിലെ വ്യത്യാസമാക്കുക. വാർഷികം തന്നെ ഓൾക്ക് മനസ്സിലാക്കായിട്ട് നോക്കുക. 19ാം സമ്മേളന, ഈ 19ാം സമ്മേളനം അന്നാണ് പണ്ടത്തെ പ്രയോഗം. അത് അൽബയാനിൽ അങ്ങനെ കാണും. 19ാം സമ്മേളനം, 15ാം സമ്മേളനം, 5ാം സമ്മേളനം ഒക്കെ. അപ്പൊ 60ാം വാർഷികമാണ് ജാമിയ ഹുബിയ വജ്ര ജൂബിലി ആഘോഷിക്കുന്നത്. 60ാം സമ്മേളനമല്ല. സമ്മേളനം എണ്ണിവയ്ക്കാരും കുറവേക്കാരും. കാരണം 4 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ 3 വർഷം കൂടുമ്പോഴോ ഒക്കെ നടത്താറുണ്ട് യോഗം. അപ്പൊ സമ്മേളനം കുറയും. ഈ 19ാം സമ്മേളനത്തിന് തീരുമാനം എന്താ? ബീഹാറുകാരനൊരു ഉദ്ഘാടകനോടും മദ്രാസുകാരനൊരാളോടും സമസ്ത പണ്ഡിതന്മാർ നോട്ടിൽ സക്കാത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന അഭിപ്രായം അവർ അറിയിച്ചു. ഉണ്ട് എന്ന അഭിപ്രായം അവർ അറിയിച്ചു. ഇതാണ് സമസ്തന്റെ തീരുമാനം. ഇത് സമസ്തന്റെ തീരുമാനമാണോ? മുസാവർ കൂടിയ തീരുമാനമാണോ? അപ്പൊ ഒരു കളി കളിച്ചിരിക്കല്ലേ അവിടെ, പ്രസംഗിക്കാൻ വേണ്ടി ഒരു കളി. പിന്നെ മേപ്പിലാശ്ശേരി മൊയ്തീ മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹമാണ് അന്ന് വടകര ഭാഗത്തിലൂടെ പണ്ഡിതന്മാർക്കെതിരായി ഈ വെല്ലുവിളി ഉയർത്താറുള്ളത്. ഈ സാധനത്തിന് സക്കാത്തുണ്ടോ അല്ലേന്നാ, സൂക്ഷിച്ചോര് സക്കാത്ത് കൊടുക്കണോ അല്ലേ എന്നുള്ള അഭിപ്രായത്തിന്റെ വ്യത്യാസമല്ല പറയും. ഈ സാധനത്തിന് സക്കാത്ത് കൊടുക്കണോ ഉണ്ടേന്ന്. എന്തിനാ ഈ പറഞ്ഞു നടക്കുന്ന ആളുകള് ഇത് സൂക്ഷിച്ചവൻ സക്കാത്ത് കൊടുക്കണം എന്നറിയുന്നത്? അങ്ങനെ ഉണ്ട് ഒരു മസാല, സൂക്ഷിച്ചവൻ സക്കാത്ത് കൊടുക്കാന്ന്. ഏതെങ്കിലും ഒരു സാധനം സൂക്ഷിച്ചവൻ, മത്തി സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. അതിന് മത്തിക്ക് സക്കാത്ത് ഉണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? സ്രാവ് സൂക്ഷിച്ചവന് സക്കാത്ത് കൊടുക്കേണ്ടി വരുമോ? അത് സൂക്ഷിച്ചവൻ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമായ വസ്തു ഉണ്ടെങ്കിൽ കൊടുക്കണം, നിസാബ് ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെയുള്ള വസ്തുക്കളല്ല ഇവർ എണ്ണുന്നത്. ആ വസ്തുക്കൾ അത് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ഒന്നാണോ എന്ന ചർച്ചയിലേക്ക് വന്നാൽ മൊയ്തീ മുസ്ലിയാരെ വെല്ലാൻ സമസ്ത പണ്ഡിതന്മാരിൽ ആരും വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊന്നും അങ്ങോട്ട് പോകാതെ നിന്നതും ആ വിവാദത്തിലൊക്കെ ഇടപെടാതിരിക്കാനും പ്രയാസപ്പെടുത്താതിരിക്കാനും. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ തീരുമാനവും ഉണ്ടായിട്ടില്ല, ചർച്ചയും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ രണ്ടാളും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രസംഗിച്ച ആരോ ചില ആളുകൾ മൊയ്തീ മുസ്ലിയാരും വാലും മുതില്ലും എന്ന് പ്രസംഗിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട ഊറും മറ്റുമൊക്കെ ആ യോഗത്തെ പറ്റി പറയാറുള്ളത്. ബാപ്പ പറഞ്ഞ ഈ ചരിത്രം വേറെ ഒരൊറ്റ മനുഷ്യനും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. മൊയ്തീ മുസ്ലിയാരെ വെല്ലുവിളിച്ചു ആടുണ്ടോ എന്ന് ചോദിച്ചു എന്നുണ്ട്. അത് ബാപ്പാനെ തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹവും ബാപ്പിയും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് ഇത്. ഈ ചരിത്രം കേട്ട് ഒരുപാട് ആളുകൾ ഞാൻ കണ്ടവരിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. 51 യോഗത്തിന്റെ സംഭവത്തിൽ കണ്ട ഒരുപാട് ആളുകൾ ഞാൻ അവിടെ പോകുന്ന കാലത്ത് ജീവിച്ചിരിക്കുന്നവരുണ്ട്. അതിൽ വളരെ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഓറെപ്പോലെ ഓറുടെ ശിഷ്യന്മാർ ഒരുപാട് ആളുകൾ 51 സമ്മേളനത്തിൽ പങ്കെടുത്തവരുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അവരിലൊന്നും കേൾക്കാത്ത ഒരു വിവരമാണ് ബാപ്പ പറഞ്ഞു എന്നാണ്. ഇനി ചോദിക്കാനും മാർഗമല്ലല്ലോ. മരിച്ച ബാപ്പാനെ പറ്റിയാണെങ്കിൽ പിന്നെ ആരും ചോദിക്കാനും മാർഗമല്ലല്ലോ. അങ്ങനത്തെ ഒരു ചരിത്രമാണിത്. അതുകൊണ്ട് അത്തരം ക്ലിപ്പുകളൊന്നും ഈ ചോദ്യമായിട്ട് കൊണ്ടുവരേണ്ടതില്ല.